എതിരെ ഒരു പോലീസ് വാൻ വന്ന് അപ്പർ സൈഡിൽ നിർത്തി. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ നിർത്തിയേക്കാം. അവർ ടേണാക്കി എൻ്റെ അടുത്ത് വന്നിട്ട് ഇവിടെ മാവോയിസ്റ്റുകളുണ്ട്, പിടിച്ചോണ്ട് പോയി കളയും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയും ആ പ്രശ്നമുണ്ട്. പക്ഷെ കുറേ അങ്ങ് എത്താറാകുന്നതും വണ്ടി സ്കിഡാവാൻ തുടങ്ങി, ബാലൻസ് ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും. എനിക്ക് ഭയമായി. എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് നമ്മളെ കൊണ്ട് ഊഹിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്തവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാത്ത അത്ര ഗർത്തമാണ്. നാവിഗേഷൻ GPS സിസ്റ്റം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിലുള്ള ഡാറ്റാസ് നമുക്ക് കാണാൻ കഴിയുന്ന രീതിയിലല്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഡാറ്റാസൊക്കെ മിസ്സായി എങ്കിൽ അതൊക്കെ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഈ പ്രധാനപ്പെട്ട എവിഡൻസ് ആണ് GPS ഡാറ്റ. എനിക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്ത കാരണം വളരെ റിസ്ക് എടുത്ത് ഞാൻ അതിൻ്റെ ആ ബ്ലോക്കായി കിടക്കുന്ന ഇടയിൽ കൂടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി നോക്കി. എൻ്റെ വണ്ടി അവിടെ സ്ട്രക്കായി. സിറ്റി ഏരിയയിൽ വരുന്നു, പക്ഷെ തമ്മിൽ ടച്ച് ആവുന്നില്ല. അങ്ങനെയാണ് നമ്മുടെ റിപ്പീറ്റ് ഇല്ലാതെ ഈ റൂട്ട് പോയിന്റുകൾ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നതും ഞാൻ യാത്ര ചെയ്തതും. അങ്ങനെ വീണ്ടും ബാംഗ്ലൂർ വന്നു. നേരെ അടുത്ത് എൻ്റെ വണ്ടി സർവീസ് ചെയ്യേണ്ട സമയമായി. അന്ന് ഞാൻ ഓടി വൈകിട്ടായപ്പോൾ ഒരു 10 മണിയോടുകൂടി ബെല്ലാരി സിറ്റിയിൽ, നമുക്കൊരു പക്ഷെ അറിയാവുന്ന സ്ഥലമാണ്, എത്തി. അവിടെ അങ്ങനെ ഈ ട്രിപ്പിൽ ആദ്യമായിട്ട് ഹോട്ടൽ റൂം എടുത്ത് ഞാൻ അവിടെ രാത്രി ഉറങ്ങി. രാവിലെ എണീറ്റ് സർവീസ് സ്റ്റേഷനിലേക്ക് പോയി. ബെല്ലാരിയിൽ നിന്ന് സർവീസ് കഴിഞ്ഞിട്ട് ഞാൻ നേരെ പോയത് ഹൈദരാബാദിലേക്കാണ്. അവിടെ ബെല്ലാരിയിൽ നിന്ന് നേരെ അനന്തപുരത്ത് നിന്ന് ഒറ്റ റോഡാണ് ഹൈദരാബാദിലേക്ക്. ഹൈദരാബാദിൽ നല്ലൊരു റിംഗ് റോഡുണ്ട്. അത് 80 കിലോമീറ്ററോളം ആ റിംഗ് റോഡൊക്കെ ഓടി ഞാൻ നേരെ ബോംബെയിലേക്ക് പോയി. തുടർന്ന് ഞാൻ അടുത്ത ദിവസം നേരെ ഇൻഡോർ വഴി നാഗ്പൂരിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ അടുത്ത ദിവസം ഞാൻ ഈ ഇൻഡോർ പാസ് ചെയ്യുമ്പോൾ നാവിഗേഷൻ GPS സിസ്റ്റം നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ അതിലുള്ള ഡാറ്റാസ് നമുക്ക് കാണാൻ കഴിയുന്ന രീതിയിലല്ലായിരുന്നു. അപ്പോൾ 1 മാസത്തിൽ കൂടുതലായി ഓടുന്നു. അപ്പോൾ ഇതിൻ്റെ ഡാറ്റാസൊക്കെ മിസ്സായി എങ്കിൽ അതൊക്കെ എടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഈ പ്രധാനപ്പെട്ട എവിഡൻസ് ആണ് GPS ഡാറ്റ. ഇത് എനിക്ക് ഗിന്നസാർക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ അറ്റംപ്റ്റ് വേസ്റ്റായി പോകും. അത് വളരെ പ്രയാസം ഉണ്ടാക്കി. ഞാൻ അവർക്ക് അറിയിച്ചു. അവർ ഉടനെ അതിന് സഡനായിട്ട് എനിക്കൊരു മെസ്സേജ് റിപ്ലൈ തന്നു, നിങ്ങൾ ഇത് എത്രയും വേഗം അതൊന്ന് ഫിക്സ് ചെയ്യൂ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശരി, ഫിക്സ് ചെയ്യാമെന്ന്. ഞാൻ അടുത്ത ദിവസം തന്നെ എൻ്റെ റൂട്ട് കുറച്ച് മാറ്റി. നേരെ നോയിഡയിലാണ് ഗാർമിൻ GPS സിസ്റ്റത്തിന് ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ഡീലർ ഓഫീസും സർവീസ് സെൻ്ററും ഉള്ളത്. അപ്പോൾ അതിൻ്റെ അഡ്രസ്സ് എടുത്തു, അവരെ കോൺടാക്ട് ചെയ്തു. അവർ നേരിട്ട് ചെല്ലാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും ഈ നാഗ്പൂരിൻ്റെ ഭോപ്പാൽ ആ റൂട്ടിൽ വെച്ചിട്ട് തീരുമാനം മാറ്റിയിട്ട് നേരെ നോയിഡയ്ക്ക് പോയി. അടുത്ത ദിവസം അവിടെ ചെന്ന് രാത്രിയോടുകൂടി അവിടെ എത്തി. അതിൻ്റെ ആ ടെക്നീഷ്യൻ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. GPS പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചു. ഇനി നമ്മൾ പോകുന്നത് 2 ലോകമഹാ അത്ഭുതങ്ങൾ കാണാനാണ്. ഒന്ന് താജ്മഹൽ, എല്ലാവർക്കും അറിയാവുന്നതും എല്ലാവർക്കും ആഗ്രഹമുള്ളതായ ഒരു സ്ഥലമാണ്. ഒപ്പം ഗുജറാത്തിലെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി. ഈ 2 നിർമ്മിതികളും കണ്ട ശേഷം ഞാൻ ഒരു 4 ദിവസം ഗുജറാത്തിൽ തന്നെ ഇടവഴികളിലൂടെയും മറ്റ് ഗ്രാമങ്ങളിലൂടെയൊക്കെ ആയിട്ട് എൻ്റെ കിലോമീറ്റർ എത്രയും വേഗം തികയ്ക്കണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഞാൻ പോൾബന്ദർ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൂടെ വാഹനം ഓടിച്ചു. അതിനിടയ്ക്ക് പല സ്കൂളുകളും ഞാൻ അപ്രോച്ച് ചെയ്തു എൻ്റെ ഫിറ്റ്നസ്സിന് വേണ്ടി. എന്നാൽ അവസാനം ഒരു ദിവസം ഞാനൊരു സ്കൂള് കണ്ടുപിടിച്ചു. അവിടെ ചെന്നപ്പോൾ മലയാളി ടച്ചുള്ള, അതായത് വയനാട് ജനിച്ചു വളർന്ന ഒരു മലയാളി പ്രിൻസിപ്പളായിരുന്നു ആ സ്കൂളിൻ്റെ. വലിയ സ്കൂളാണ്, വലിയ പ്രിൻസിപ്പൾ. താൻ എന്നെ വളരെ എൻകറേജ് ചെയ്യുകയും എൻ്റെ ആവശ്യം സാധിച്ചു തരികയും ചെയ്തു. ഒപ്പം ടീച്ചർമാർക്ക് കൊടുക്കുന്ന ഒരു മെമൻറ്റോ എനിക്ക് കുട്ടികളെയൊക്കെ വിളിച്ചു കൂട്ടി എനിക്ക് പൊതുവിൽ അതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതിലുള്ള ക്ലാസ് ലീഡർ കുട്ടിയെ കൊണ്ടാണ് എനിക്കത് സമ്മാനിച്ചതെന്നുള്ളതാണ്. അത് ചെയ്തു. എന്നിട്ട് എൻ്റെ വാഹനത്തെയും എന്നെയും അഭിനന്ദിക്കാൻ അവർ മറന്നില്ല. വളരെ വേഗം ലൈനപ്പ് ചെയ്ത് കരഘോഷത്തോടെ എന്നെ യാത്രയാക്കുകയും ചെയ്തു. അതിനുശേഷവും നിരന്തരം മെസ്സേജ് അയക്കുകയും കോണ്ടാക്റ്റിലുണ്ടായിരുന്നു. എവിടെ എത്തി, എന്തെങ്കിലും സ്ട്രെയിൻ ഉണ്ടോ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കണം. ഇന്ത്യയിൽ എവിടെയാണെങ്കിലും എനിക്ക് കോണ്ടാക്ട്സ് ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടെങ്കിലും അറിയിക്കണം, മടിക്കരുതെന്ന് പറഞ്ഞിരുന്നു. എന്നിട്ട് എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം എന്ന് പറയുമ്പോൾ വീണ്ടും ഒരു 2 മാസം കൂടെ വണ്ടി ഓടിച്ചിട്ട് ഞാൻ തിരിച്ച് നാട്ടിലെത്തുമ്പോൾ ഇദ്ദേഹം എപ്പോൾ എത്തുമെന്ന് ചോദിച്ചിരുന്നു.
അതനുസരിച്ച് പുള്ളി ഈ ഗുജറാത്തിൽ നിന്ന് വാഹനം ഓടിച്ച് ഞങ്ങളുടെ എൻഡിൻ സെറിമണിക്ക് വന്ന് പങ്കെടുക്കാനും എന്നെ അനുമോദിക്കാനും അപ്രിഷ്യേറ്റ് ചെയ്യാനൊക്കെ താൻ അവസരം ഉപയോഗിച്ചു. ഇങ്ങനെയുള്ള ബന്ധങ്ങൾ യാത്രകളിലൂടെ എല്ലാവർക്കും ഉണ്ടാവും. എന്നാലും എനിക്കും കിട്ടിയതിൽ ഞാൻ സന്തുഷ്ടനാണ്. അങ്ങനെ മറക്കാൻ പറ്റാത്ത ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ യാത്രയിലൂടെ ഉണ്ടായി. ഗുജറാത്തിലെ ഓട്ടോ കഴിഞ്ഞ് ഞാൻ അടുത്ത് പോകുന്നത് രാജസ്ഥാനിലേക്കാണ്. അവസാന ദിവസം ഞാൻ രാജസ്ഥാനിലേക്ക് പോകുമ്പോൾ സന്ധ്യയോടടുത്ത സമയത്ത് പണി നടക്കുന്ന ഒരു റോഡിലൂടെയാണ് എന്ന് എനിക്ക് തോന്നിക്കുന്ന ഒരു റോഡിലൂടെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ ചില ബോർഡുകളൊക്കെ ഉണ്ടായിരുന്നു, ഗുജറാത്തി ഭാഷയിലാണ്. ഒത്തിരി വാഹനങ്ങൾ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ബോർഡ് ശ്രദ്ധിക്കാതെ പോയ വാഹനങ്ങളുടെ പിന്നാലെ പോയി. കിലോമീറ്ററുകൾ കഴിയുന്നു, സമയങ്ങളും രാത്രി ആയിക്കൊണ്ടിരിക്കുന്നു, വാഹനങ്ങൾ കുറഞ്ഞു, എതിരെ വരുന്ന വാഹനങ്ങളെ കാണുന്നില്ല. അങ്ങനെ ഇപ്പോൾ ഇടയ്ക്ക് ഞാൻ നിർത്തി ഒരാളോട് ചോദിച്ചു, വണ്ടി പോവോ? ഓ പോവും, ആരാംസെ ജാവോ എന്നൊക്കെ പറഞ്ഞ് എന്നെ വിട്ടു. ഞാൻ പോയി. വീണ്ടും നല്ല ഇരുട്ടാകുന്നു, സ്ട്രീറ്റ് ലൈറ്റുകളൊന്നുമില്ല, എതിരെ വണ്ടിയില്ല, ഞാൻ പോകുന്ന വഴിയിലും വണ്ടി വരുന്നില്ല. അങ്ങനെ അവസാനം മെറ്റൽ മാത്രമായി, എനിക്ക് പോകാൻ പറ്റാത്ത അവസ്ഥയിലായി, ചെളിയായി, അതിൽ പൂഴ്ന്ന് താഴ്ന്ന് വണ്ടി സ്റ്റോപ്പായി. എന്ത് ചെയ്യണമെന്ന് അറിയാതെ നിൽക്കുമ്പോഴാണ് രണ്ടുപേര് ബൈക്കിൽ വരുന്നു. അവർ എന്നെ കണ്ട് നിർത്തി വണ്ടി ഫ്രണ്ടിലോട്ട് മാറ്റി വെച്ചിട്ട് തിരിച്ച് നടന്നു വന്ന് എൻ്റെ അടുത്ത് എന്താ എവിടെ നിന്നാണ് വരുന്നത് ചോദിച്ചതിന് ശേഷം ഇത് വണ്ടി തള്ളാൻ തുടങ്ങി. അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവർ വേറെ ആൾക്കാരെ വിളിക്കുന്നു, ഫോൺ വരുത്തുന്നു. അത് ഇവർ രണ്ടുപേരേ ഉള്ളൂ, രണ്ടുപേർ തള്ളിയ വണ്ടി ഇളകത്തില്ല. അത് കാരണം കുറച്ച് ആൾക്കാർ കൂടുതൽ വന്നു. അതുവഴി പോയ വേറെ വണ്ടിക്കാരെ വിളിച്ചു, അവർ തന്നെ ഇതെല്ലാം ചെയ്യുന്നു. എന്നിട്ട് തള്ളി വളരെ ബുദ്ധിമുട്ടി ആ രാത്രി അത് അവിടെ നിന്ന് ആ വണ്ടി എന്നെ രക്ഷപ്പെടുത്തിയെന്ന് എന്നെ പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ അന്ന് രാത്രി ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇത് കഴിഞ്ഞിട്ട് അധികം ഓടിയില്ല, പിന്നെ ഞാൻ റെസ്റ്റ് എടുക്കുകയായിരുന്നു. 8-8:30 മണി അന്ന് കുറച്ച് നേരത്തെ അന്ന് യാത്ര അവസാനിപ്പിച്ചു. പിന്നെ ഞാൻ കുറച്ച് നാൾ നേരെ രാജസ്ഥാനിലാണ്. നല്ല റോഡുകളുള്ള, അല്ലെങ്കിൽ ടോൾ റോഡുകൾസാണ്, പക്ഷേ ചെറിയ റോഡ് പോലും നല്ല റോഡാണെന്ന്, ഇന്ത്യയിലെ നല്ല റോഡാണെന്ന് എനിക്ക് പറയാൻ പറ്റുന്ന ഏറ്റവും കൂടുതൽ ദൂരം ഞാൻ ഈ ഡ്രൈവിന് വേണ്ടി ഓടിയ ഒരു സംസ്ഥാനമാണ് രാജസ്ഥാൻ. അതിനുശേഷം ഞാൻ നേരെ ജയ്സൽമീറൊക്കെ പോയി. ജയ്സൽമീർ ഫോർട്ട് കണ്ടു, അതിൻ്റെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ വാർ മ്യൂസിയത്തിലേക്ക് പോയി. അപ്പോൾ ഈ വരുന്ന വഴിയിൽ പിന്നെ ഉണ്ടായ പ്രശ്നം എന്ന് പറഞ്ഞാൽ, സാധാരണ മണൽക്കാറ്റടിക്കുമ്പോൾ, മരുഭൂമിയാണ് രാജസ്ഥാൻ, ടാറിട്ട റോഡ് മണൽ കൊണ്ട് കിടക്കുന്നു, വീൽപാടുകളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഞാൻ കൂളായിട്ട് അതിലേക്ക് കയറ്റി. പക്ഷേ എൻ്റെ വണ്ടി അവിടെ സ്റ്റക്കായി, മുന്നോട്ട് പോകാൻ പറ്റാതായി. കുറച്ച് നേരം കിടന്നപ്പോൾ കൊണ്ട് ഒരു വേറെ ജീപ്പിൽ 2-3 ആൾക്കാർ വന്നു. അവരിറങ്ങി കാര്യം അന്വേഷിച്ചു. അവർ എന്നെ സഹായിക്കാൻ വേണ്ടി തുടങ്ങി. വേറെ ആൾക്കാരെ കൂട്ടി അവർ മരച്ചില്ലകളൊക്കെ വെട്ടി ഈ മണലിലിട്ട് വണ്ടി മൂവാൻ വേണ്ടി ഇട്ട്, ഈ വണ്ടി കുറച്ച് പണിപ്പെട്ടിട്ടാണ്, എന്നാൽ പോലും അവർ അതിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി കൊണ്ടുവന്നു. ഈ യാത്രയിലുണ്ടായ പല പ്രതിസന്ധികളിലും തരണം ചെയ്തു പോകാൻ വേണ്ടി ആരെങ്കിലുമൊക്കെ സഹായികളായിട്ട്, അറിയാത്ത ഭാഷയും ആൾക്കാരുമാണ്, എന്നാലും എനിക്ക് അവിടെങ്ങളിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം തന്നെയാണ്. തുടർന്ന് ഞാൻ നേരെ പോകുന്നത് പഞ്ചാബിലേക്കാണ്. രാജസ്ഥാനിൽ ഓടുമ്പോൾ പലവട്ടം പഞ്ചാബിൻ്റെ ഭാഗങ്ങളിൽ ടച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും കംപ്ലീറ്റ്ലി രാജസ്ഥാൻ വിട്ടുപോകുന്നത് ഇപ്പോഴാണ്. നേരെ വാഗാ ബോർഡറിലേക്കാണ് പോയത്. ഞായറാഴ്ച രാവിലെ അവിടെ എത്തി. അവർ പറഞ്ഞു 12 മണിയാവും ഗേറ്റ് തുറന്നു കിട്ടാൻ. ഞാൻ വെയിറ്റ് ചെയ്തു. 10 മണിക്ക് എത്തിയ ഞാൻ 12 മണി വരെ വെയിറ്റ് ചെയ്തു. ഗേറ്റ് തുറന്നു. എന്നാലും അവിടുത്തെ സെറിമണി കാണണം, പിന്നെ 5 മണി വരെ വെയിറ്റ് ചെയ്യണം. അതെനിക്ക് വെയിറ്റ് ചെയ്യാൻ കഴിയാത്ത കാരണം 12 മണിക്ക് അതിനകത്തുള്ള സുവനീർ ഷോപ്പെല്ലാം കണ്ട്, പാകിസ്ഥാൻ്റെ മണ്ണും കണ്ട്, ആ വേലിക്കപ്പുറമുള്ള സ്ഥലമൊക്കെ ഒന്ന് പോയി കണ്ട് ഫോട്ടോയൊക്കെ എടുത്ത് ഞാൻ അന്ന് ശ്രീനഗറിലേക്ക് ഡ്രൈവ് തുടങ്ങി. ശ്രീനഗറിന് 50 കിലോമീറ്ററോളം പിറകിലുള്ള ഒരു ടോൾ പ്ലാസയിലാണ് ഞാൻ രാത്രി ഉറങ്ങിയത്. ഉറങ്ങിയിട്ട് വെളുപ്പിന് എണീറ്റ് നോക്കുമ്പോൾ ഒത്തിരി മെസ്സേജസ് ഉണ്ടായിരുന്നു. അതിൽ ഒന്ന് ശ്രീനഗറിലുള്ള ഒരു മേജറുടേതായിരുന്നു. ഞാനത് വായിച്ചു. അതിലെ വിശേഷം ഇതായിരുന്നു: ശ്രീനഗർ വരുന്നുണ്ടെങ്കിൽ എന്നെ കണ്ടിട്ടേ പോകാവൂ എന്നുള്ള. ഞാൻ അദ്ദേഹത്തിന് വിളിക്കാനുള്ള കോൺടാക്ട്സ് നമ്പർ ഉണ്ടായിരുന്നതിൽ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, ലൊക്കേഷൻ പറഞ്ഞു തന്നു. അവരുടെ ക്യാമ്പിലേക്ക് ഇൻവൈറ്റ് ചെയ്തു. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാവൂ എന്ന് പറഞ്ഞു. എന്നെ കൂട്ടിക്കൊണ്ടു പോകാനായിട്ട് അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനെ പറഞ്ഞിട്ടു. പുള്ളി വന്നു. ഞാൻ വെയിറ്റ് ചെയ്തെടുത്ത് വന്നു. എന്നെ കൂട്ടി പുള്ളി മുന്നേ ഡ്രൈവ് ചെയ്ത് പോയി. പിന്നെ
പുറകിലൂടെ ഞാനും പോയി. അവിടെ എത്തുമ്പോൾ കാണുന്നത് ഭയങ്കരപ്പെട്ട മിലിറ്ററി കോട്ടയാണല്ലോ. അപ്പോൾ ആ ക്യാമ്പിൻ്റെ എൻട്രൻസ് ആദ്യം അതിൽ പറവുകാർ 2 സൈഡിലുണ്ട്. അങ്ങനെ ഗേറ്റ് ആദ്യം തുറക്കുന്നു, പിന്നെയും ഗേറ്റ്, 3 ഗേറ്റ്. ആദ്യം ഒന്ന് തുറന്നിട്ട് അത് അടച്ചിട്ടാണ് അടുത്ത് തുറക്കുക. അപ്പോൾ അങ്ങനെ ആൾക്കാരൊക്കെ, അവിടെ ഉള്ള ഉദ്യോഗസ്ഥരൊക്കെ നോക്കുന്നു, ഇതാരാ വരുന്നത്, വണ്ടി വേറെ വണ്ടി വരുന്നുണ്ട്. അങ്ങനെ അത്ഭുതത്തോടെ അവർ നോക്കുമ്പോൾ ഇങ്ങനെ ഞാനകത്ത് പോയി. അവിടെ പോയി തന്നെ കണ്ടു. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. പുള്ളി നമ്മൾ ഗുജറാത്തിൽ കണ്ട ആ പ്രിൻസിപ്പാളിൻ്റെ സ്റ്റുഡൻ്റാണ്. അവർ തമ്മിൽ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ എൻ്റെ വിഷയം വരികയും, അപ്പോൾ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ എനിക്കും കാണണം എന്നുള്ള ആ യാത്രയോടുള്ള ആവേശമാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തതും എനിക്കവിടെ പോകാൻ ഒരവസരം ഉണ്ടായതും. പിന്നെ അദ്ദേഹം അവിടെ നിന്ന് എനിക്ക് കേരള സ്റ്റൈൽ ഇഡലിയും സാമ്പാറും എന്താ വേണ്ടതെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു മലയാള സ്റ്റൈലിൽ എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് കീഴിൽ ഉദ്യോഗസ്ഥരും കുക്കൊക്കെ ഉള്ളതാണ്. അവർ ഇന്ന കാരണം പറഞ്ഞിട്ട് മലയാള സ്റ്റൈലിൽ ഉണ്ടാക്കാൻ പറഞ്ഞു. ഉണ്ടാക്കി സാമ്പാറും ഇഡലിയൊക്കെ തന്നു. അത് കഴിച്ചു. കുറച്ച് നേരം അവിടെ ഇരുന്നു. അവർ അവിടെ നിന്ന് മിലിറ്ററിക്കാർക്ക് കൊടുക്കുന്ന ടൈപ്പ് ഓഫ് ഒരു മെമൻറ്റോ തന്നു. അത് വളരെ പ്രൗഡോടെ ഞാൻ എൻ്റെ വീട്ടിൽ വച്ചിട്ടുണ്ട് ഇപ്പോഴും. അത് സാധാരണ കിട്ടാൻ ചാൻസ് കുറവെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ അങ്ങനെ ഒരു മൊമെൻ്റൊക്കെ തന്നു. ഗ്രൂപ്പായിട്ട് ഫോട്ടോ എടുത്ത് അവരുടെ മേലുകുത്തി ഉദ്യോഗസ്ഥനെയൊക്കെ വിളിച്ചുകൊണ്ടൊന്ന് പരിചയപ്പെടുത്തി. വളരെ സന്തോഷമായ ഒരു അനുഭവം ഈ യാത്രയിലൂടെ എനിക്ക് അവിടെ നിന്നും ലഭിച്ചു. അവർ വഴി പറഞ്ഞു തന്ന് അവിടെ നിന്ന് ഞാൻ വീണ്ടും പോകുന്നത് ലേയിലേക്കാണ്. അതായത് കാർഗിൽ വഴി ലേയിലേക്ക്. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. കാർഗിലെത്തി. അവിടെ അവിടുത്തെ വാർ മ്യൂസിയമൊക്കെ ഒന്ന് കണ്ടു. എന്നിട്ട് നേരെ രാത്രി 10 മണി കഴിയുന്നതോടുകൂടി ലേയിലെത്തി. അവിടെ എത്തി അവിടെ ഹോട്ടലെടുത്ത് താമസിച്ചു. അസഹ്യമായ തണുപ്പൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ ഉദ്ദേശം അടുത്ത ദിവസം രാവിലെ എണീറ്റിട്ട് കർത്തുങ്കില പാസ് പോവുക, എന്നിട്ട് മണാലി പിടിക്കുക. ഇതായിരുന്നു എൻ്റെ പ്ലാന്. നിർഭാഗ്യവശാൽ അടുത്ത ദിവസം രാവിലെ ഞാൻ അവിടെ നിന്ന് എണീറ്റു. മൗണ്ടൻ സിക്നസ്സിനുള്ള ഗുളികയൊക്കെ മേടിച്ച് കഴിച്ച് ഞാൻ കർത്തുങ്കില പാസിലേക്ക് പോയി. എനിക്ക് തോന്നുന്നു ലേയിൽ നിന്ന് 30-35 കിലോമീറ്ററോളം ഉണ്ട്. രാവിലെ ഞാൻ ഡ്രൈവ് ആരംഭിച്ചു. ഞാൻ മുന്നേ പോയിട്ടുള്ള സ്ഥലമാണ്, എന്നാൽ പോലും ഞാൻ ഒറ്റയ്ക്ക് ആദ്യമായിട്ടാണ്. അങ്ങനെ ഞാൻ ഡ്രൈവ് തുടർന്നു. അതിൻ്റെ ചെക്ക് പോസ്റ്റിൽ അവർ ചോദിക്കുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ അടുത്ത് സ്നോ ചെയിൻ ഉണ്ടോ, എങ്ങനെ മഞ്ഞിൽ ഡ്രൈവ് ചെയ്ത് ശീലമുണ്ടോ. ഞാൻ പറഞ്ഞു സ്നോ ചെയിനും ഇല്ല, ഞാൻ ഇതിന് മുന്നേ മഞ്ഞിൽ ഡ്രൈവ് ചെയ്തിട്ടില്ല. എന്നാലും അവർ മിലിറ്ററിക്കാരാണ്, അവർ എന്നെ വാൺ ചെയ്ത് വിട്ടു, വളരെ ശ്രദ്ധിച്ചു പോകണം. അപ്പോൾ ആ സമയത്ത് ഈ ഭാഗത്ത്, ഞാൻ ചെക്ക് പോസ്റ്റുള്ള ഭാഗത്ത് ഇനി താഴെയാണ്, അവിടെ ഏതൊരു മഞ്ഞുവീഴ്ചയോ ഒന്നുമില്ല. ഒരുപക്ഷെ അവർക്ക് ഇൻഫർമേഷൻ ഉണ്ടാവും മേളിൽ മഞ്ഞുവീഴ്ച ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന്, അതുകൊണ്ടായിരിക്കും എൻ്റെ അടുത്ത് വാൺ ചെയ്തത്. എന്തായാലും ഞാൻ വീണ്ടും മല കയറുകയാണ്. കുറേ ദൂരം കൂടെ ചെല്ലുമ്പോൾ ചെറുതായിട്ട് മഞ്ഞ് വീണ് തുടങ്ങി. അപ്പോൾ എനിക്ക് ഡൗട്ടായി, പുള്ളി പറഞ്ഞതിൽ കാര്യം ഉണ്ടാവുമെന്ന്. ഇങ്ങനെ വീണ്ടും ഡ്രൈവ് ചെയ്യുന്നു. ചെറിയ മഞ്ഞാണ്, കുഴപ്പമൊന്നുമില്ല, വണ്ടി പോകുന്നുണ്ട്. അങ്ങനെ കുറേ ദൂരം ഓടിച്ച് പോകുമ്പോൾ കയറ്റമാണല്ലോ, നല്ല വീല് പിടിച്ച് തന്നെ ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നു. വേറെ വണ്ടികളൊക്കെ എതിരെ വരുന്നുണ്ടായിരുന്നു. പക്ഷെ കുറേ അങ്ങ് എത്താറാകുന്നതും വണ്ടി സ്കിഡാവാൻ തുടങ്ങി. ബാലൻസ് ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും. എനിക്ക് ഭയമായി. എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് നമ്മളെ കൊണ്ട് ഊഹിക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ കണ്ടിട്ടില്ലാത്തവരുടെ അടുത്ത് പറഞ്ഞ് മനസ്സിലാക്കാൻ കഴിയാത്ത അത്ര ഗർത്തമാണ്. അപ്പോൾ അത് സ്കിഡായി താഴെ പോയി കഴിഞ്ഞാൽ എനിക്ക് വലിയ നിലയിൽ അപകടം, ഒരുപക്ഷെ ഡെഡ് ബോഡി പോലും തിരിച്ചെടുക്കാത്തത്ര ഒരു സാഹചര്യമാണ് അവിടെ ഉള്ളത്. അപ്പോൾ ഞാൻ നടു റോഡിൽ തന്നെ ആ സ്കിഡായി എനിക്ക് കോൺഫിഡൻസ് ഇല്ലാതെ പോയ ആ സമയത്ത് അവിടെ തന്നെ വണ്ടി നിർത്തി ലോക്ക് ചെയ്തു. പുറത്തിറങ്ങിയ മഞ്ഞ് വീണുകൊണ്ടിരിക്കുന്ന നല്ല തണുപ്പാണ്. ഒരല്പം വെയിറ്റ് ചെയ്തപ്പോൾ ഒരു ട്രക്ക് വന്നു, പ്രൈവറ്റ് ട്രക്കാണ്. അവർക്ക് ഇത് മാറ്റണം. അവർ മാറ്റാനൊന്നും ശ്രമിച്ചു. അവർ വന്നൊന്ന് എടുത്തു വണ്ടി ഒതുക്കിയിടാൻ വേണ്ടി. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒതുക്കിയിടണ്ട, എനിക്ക് തിരിച്ചു തന്നാൽ മതി എന്ന്. അങ്ങനെ അവർ ട്രൈ ചെയ്തു, നടന്നില്ല. അവരെന്ത് ചെയ്തു, രണ്ടുപേരും ഇറങ്ങി വന്നിട്ട് വണ്ടി സൈഡ് വൈസ് തള്ളി റോഡിൽ നിന്ന് അങ്ങോട്ട് മാറ്റി വെച്ചു. അപ്പോൾ അവരുടെ ട്രക്കിന് പോകാം, അതിൽ സ്നോ ചെയിനുണ്ട്, അത് ഹെവി വണ്ടിയാണ്. അങ്ങനെ അവർ പോയി. ഞാൻ അവിടെ പെട്ടതുപോലെ ആയി. എന്നാലും ഞാൻ വെയിറ്റ് ചെയ്തു. ഞാൻ ഈ പറഞ്ഞ ശ്രീനഗറിലുള്ള ആ ഉദ്യോഗസ്ഥനെ ഞാൻ വിളിച്ചു. എനിക്കിങ്ങനെ ഇഷ്യൂ ഉണ്ടെന്ന് പറഞ്ഞു. പേടിക്കരുത്, ധൈര്യമായിട്ട് അവിടെ ഇരുന്നു, കുറച്ച് സമയം എടുക്കും, പക്ഷേ അത് സോൾവ് ചെയ്ത് തരാം,
ഞാൻ അതിൻ്റെ ആൾക്കാരെ ബന്ധപ്പെട്ടോളാം എന്നൊക്കെ പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചു. ഞാൻ അവിടെ ഇരുന്നു ഒരു 5-6 മണിക്കൂറോളം. രാവിലെ പോയതാണ്, വൈകിട്ടോളം അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അങ്ങനെ അവസാനമായപ്പോൾ ഒരു മിലിറ്ററി ജീപ്പ് വന്നു, മറ്റേ ജിപ്സി പോലത്തെ സാധനം. 5-6 ആൾക്കാരുണ്ട്. അവർ വന്നിട്ട് എന്നെ ഹെൽപ്പ് ചെയ്തു. അവർ എന്താ വേണ്ടതെന്ന് ചോദിച്ചു. നിനക്ക് തിരിച്ച് അവിടെ പോകണോ എങ്കിൽ തിരിച്ചു പോകേണ്ട വഴി. ഞാൻ പറഞ്ഞു എനിക്ക് തിരിച്ചു പോകുന്നില്ല, സാറ് പറയും പോലെ ഞാൻ അനുസരിക്കാം. ട്രബിളായി കഴിഞ്ഞാൽ പിന്നെ വേറെ ആരുമില്ല. അപ്പോൾ സാർ എന്ത് പറയുന്നത് ചെയ്യാം. ഞാൻ തിരിച്ചു പോകണമെങ്കിൽ തിരിച്ചു പോകാം, എനിക്ക് അങ്ങോട്ട് പോകാൻ അനുമതി തന്നാൽ ഞാൻ തീർച്ചയായിട്ടും ഞാൻ കറുത്തുങ്കില ആ പോയിന്റിൽ പോയി ഫോട്ടോ എടുത്തിട്ട് വരാമെന്ന് പറഞ്ഞു. അവർ പറഞ്ഞു ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ നീ തിരിച്ചു പോകണതാണ് നല്ലതെന്ന്. ഓക്കെ എന്ന് പറഞ്ഞിട്ട് എങ്കിൽ എനിക്കൊന്ന് തിരിച്ചു തന്നാൽ വണ്ടി തിരിച്ചു തരാൻ പറഞ്ഞു. അങ്ങനെ അവർ 5-6 ആൾക്കാരുണ്ടല്ലോ, അവർ സപ്പോർട്ട് നിന്ന് വണ്ടി സ്കിഡ് ചെയ്ത് താഴെ പോകാതിരിക്കാൻ വേണ്ടി സപ്പോർട്ട് നിന്നിട്ട് ഈ വണ്ടിയെ തിരിച്ച് ലെഫ്റ്റ് സൈഡ് ചേർത്ത് നിർത്തിയിട്ട് പറഞ്ഞ് ഈ ലെഫ്റ്റ് സൈഡ് ചേർന്ന് പോയാൽ മതി, ഒന്നും പേടിക്കണ്ട, ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ അവിടെ നിന്ന് ഞാൻ രക്ഷപ്പെട്ട് വരുന്നു. അങ്ങനെ അവിടെ നിന്ന് താഴെ ഇറങ്ങി. അപ്പോൾ എൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിലും 13.5 കിലോമീറ്റർ റിപ്പീറ്റായി. അപ്പോൾ നമ്മുടെ ഗൈഡ് ലൈൻസിനെതിരാണ്. ആ കിലോമീറ്ററുകൾ അവരതിൽ കുറയ്ക്കണം. അപ്പോൾ വീണ്ടും ഞാൻ താഴെ വന്നിട്ട് അടുത്ത ദിവസം അവരെ ഇൻഫോം ചെയ്തു, ഇന്ന ഒരു പ്രശ്നമുണ്ട്, ഇതാണ് കാരണമെന്ന് പറഞ്ഞ് ഇൻഫോം ചെയ്തിരുന്നു. അപ്പോൾ അവർ അത് തീർച്ചയായിട്ടും അങ്ങനെ അതായത് സമയങ്ങളിൽ വരുന്ന പ്രോബ്ലംസ് അവരെ ഇൻഫോം ചെയ്യണമെന്നുള്ള ഒരു കാര്യം കൂടെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഡിഫിക്കൽറ്റി ഉണ്ടെങ്കിൽ അത് നമ്മളെ അറിയിക്കുക എന്നുള്ളത്. അപ്പോൾ അത് അറിയിച്ചത് പ്രകാരം അതിൽ യാതൊരു പ്രശ്നവും ഇല്ലാണ്ട് പോയി. പിന്നെ ഞാൻ അവിടെ നിന്ന് വൈകിയ സമയത്ത് രാത്രിയൊക്കെ ഡ്രൈവ് ചെയ്ത് വളരെ സത്യം പറഞ്ഞാൽ പേടിക്കേണ്ട സമയമായിരുന്നു. എന്ന് പറഞ്ഞാൽ ലേ ലഡാക്ക് അല്ലെങ്കിൽ മണാലിയിൽ നിന്ന് ലേയിലേക്ക് പോയിട്ടുള്ളവർക്കറിയാം ആ റോഡിൻ്റെ അവസ്ഥ. രാത്രിയിൽ തീരെപ്പാടാണ്. ഞാൻ പല സ്ഥലങ്ങളിലും നിർത്തി ടോർച്ച് എടുത്ത് അടിച്ച് ഞാൻ മുന്നോട്ടാണോ സൈഡിലോട്ടാണോ താഴോട്ടാണോ പോകേണ്ടതെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങി ടോർച്ച് അടിച്ച് നോക്കി സ്ഥലം ക്ലിയർ ചെയ്തിട്ട് പല സ്ഥലങ്ങളിലും ഞാൻ മുന്നോട്ട് വന്നത്. അല്ലെങ്കിൽ അവർ റിപ്പീറ്റ് ആവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ സെർച്ച് വഴി ഞാൻ കില്ലോങ് എത്താനാണ് ശ്രമിച്ചത്. അവിടെയും പ്രശ്നങ്ങളുണ്ടായി. ഞാൻ ലേയിൽ നിന്ന് പുറപ്പെടുമ്പോൾ അവർ പറഞ്ഞ് ഈ വഴി വിടാൻ പറ്റത്തില്ല, വഴി സെർച്ചിൽ ബ്ലോക്കാണ്. ഞാൻ പറഞ്ഞ് നാളെ 10 മണിക്ക് ശേഷം വരാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞ് ഞാൻ എൻ്റെ റിസ്കിൽ വിടാം. സംസാരിച്ചിട്ട് അവസാനം പറഞ്ഞ് നിങ്ങളുടെ റിസ്കിൽ മാത്രം എഴുതി വെച്ചിട്ട് പോയിക്കോളാൻ പറഞ്ഞ്. അങ്ങനെ ഞാൻ അവിടെ ലേയിൽ ചെക്ക് ബോർഡറിൽ എഴുതി വെച്ച് എൻ്റെ മാത്രം റിസ്കിൽ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞ് എഴുതി വെച്ച്. എന്നിട്ട് ഞാൻ കടന്നുപോയി. അവർ പറഞ്ഞ് നിങ്ങൾ ഫുഡ് പോലും വാങ്ങിച്ചിട്ട് പോയിക്കോ, വെള്ളം പോലും അങ്ങോട്ട് കിട്ടത്തില്ല എന്ന്. അങ്ങനെ ഞാൻ കുറച്ച് സ്നാക്സും വാട്ടറും ഒക്കെ അവിടെ നിന്ന് വീണ്ടും ഫില്ല് ചെയ്തിട്ട് ഞാൻ സെർച്ചൂലേക്ക് വന്നു. സെർച്ചൂല് രാത്രി ഒരു 10 മണി കഴിയുമ്പോൾ എത്തി. അവിടെ റോഡ് അടച്ചിരിക്കുന്നു, നല്ല ഇരുട്ടാണ്, ലൈറ്റ്സ് ഒക്കെ കുറവാണ്. എന്നാലും മിലിറ്ററിക്കാരത്ത് പോയി ചോദിച്ചു. രാവിലെ 8 മണിക്ക് ബോർഡർ അത് തുറന്നു തരും, പ്രശ്നം മാറും. ഒരു വണ്ടി സ്റ്റക്കായതാണ് പ്രശ്നം, അതുകൊണ്ട് നിങ്ങൾ ഭാഗ്യം 8 മണിക്ക് മുമ്പ് തീരും എന്നാണ് ഞങ്ങളെ കണക്കൂട്ടെന്ന് പറഞ്ഞു. രാവിലെ എണീറ്റ് ഞാൻ 8 മണി കഴിഞ്ഞിട്ടും ഇവർ ഇത് ബ്ലോക്ക് മാറ്റാത്ത കാരണം ഇനി കില്ലോങ്ങിൽ നിന്ന് ഇവിടുന്ന് ഏതോ വണ്ടി വന്നിട്ട് ഇത് വലിച്ചു മാറ്റിയാലേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് വെയിറ്റ് ചെയ്യാൻ സമയമില്ലാത്ത കാരണം വളരെ റിസ്ക് എടുത്ത് ഞാൻ അതിൻ്റെ ആ ബ്ലോക്കായി കിടക്കുന്ന ഇടയിൽ കൂടെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി നോക്കി. എൻ്റെ വണ്ടിയും അവിടെ സ്റ്റക്കായി. ചില ടാക്സി ഡ്രൈവേഴ്സും അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരും ഒക്കെ കൂടെ വന്നിട്ട് എന്നെ വണ്ടി തള്ളി. ഒരു 3/4 മണിക്കൂറത്തെ പ്രയത്നത്തിന് ശേഷം ഞാൻ വീണ്ടും ഡ്രൈവ് തുടർന്നു. അങ്ങനെ വീണ്ടും നല്ല റോഡുകളിലേക്കും നല്ല കാഴ്ചകളിലേക്കും ഞാൻ എൻ്റെ ഡ്രൈവ് തുടർന്ന് വന്നു. അങ്ങനെ ഞാൻ ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി കില്ലോങ്ങിലെത്തി. കില്ലോങ്ങിൽ നിന്ന് എനിക്ക് പരിചയമുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡും മറ്റൊക്കെ കഴിച്ചിട്ട് വീണ്ടും നമ്മൾ പോകുന്നത് ചാണ്ടിഗട്ടിലേക്കാണ്. ഇതോടെ നമ്മുടെ വെസ്റ്റേൺ ഇന്ത്യയുടെ ഏറെക്കുറെ എല്ലാ ഭാഗങ്ങളും ഓടി തീർത്ത് ഈസ്റ്റേൺ പാർട്ടിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ചാണ്ടിഗട്ടിൽ നിന്ന് നേരെ ഡൽഹിയിൽ നിന്ന് UP-യുടെ ഒരു സൈഡ് പിടിച്ച നേപ്പാളിൻ്റെ സൈഡിൽ കൂടെ സിലിഗുരി വഴി ആസാമിലേക്കാണ് പോകുന്നത്. ആസാമിൽ നിന്ന് ഞാൻ പോകാൻ ശ്രമിച്ചത് അരുണാചൽ പ്രദേശിലേക്കാണ്. അപ്പോൾ അരുണാചൽ പ്രദേശിൻ്റെ അവിടെ ഈ നമ്മളെ ലേക്ക് പെർമിറ്റ് എടുക്കുന്ന പോലെ ഓവർലാൻഡ് പെർമിറ്റ് എടുക്കണം. അപ്പോൾ ഞാൻ 2 വട്ടം അപ്ലൈ ചെയ്തു. നാട്ടിൽ നിന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സിനെ വെച്ചിട്ട് അപ്ലൈ ചെയ്യിപ്പിച്ചു. പക്ഷെ അത് എന്തോ കാരണം പറഞ്ഞിട്ട് റിജക്റ്റായി. അടുത്ത് അപ്ലൈ ചെയ്ത് ഡയറക്റ്റ് അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ അവിടെ പോയി കഴിഞ്ഞാൽ അടുത്ത ദിവസം രാവിലെ കിട്ടത്തുള്ളൂ. അപ്പോൾ 10 മണി കഴിഞ്ഞിട്ട്. അപ്പോൾ എനിക്ക് ഈ ടൈം കൗണ്ടിങ് ആയതുകൊണ്ട്
എനിക്ക് അതിന് വെയിറ്റ് ചെയ്യാൻ മടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്ത് അരുണാചൽ പ്രദേശ് സ്കിപ്പ് ചെയ്തിട്ട് നേരെ ആസാമിൻ്റെ അടുത്ത സൈഡ് ഗുവാഹട്ടി സൈഡിലേക്ക് വന്നിട്ട് ഞാൻ പോയത് മേഘാലയയിലോട്ടാണ്. മണിപ്പൂർ സ്കിപ്പ് ചെയ്യേണ്ടി വന്ന് നാഗാലാൻഡ് അങ്ങനെയുള്ള സ്ഥലങ്ങൾ. മണിപ്പൂർ അറിയാമല്ലോ, പ്രയാസം കാരണം അതിൽ നിന്ന് ഒഴിവായി. അവിടെ രാത്രി എവിടെയെന്ന് അറിയാൻ വയ്യ, വലിയ മലകളാണ്, നല്ല റോഡുകളാണ്, കോടമഞ്ഞൊക്കെ എപ്പോഴും പൊതിഞ്ഞു കിടക്കുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ വണ്ടി ഓടിക്കാൻ അതിന് കാര്യമായിട്ട് ബാധിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ മേഘാലയ വളരെ കൊതിപ്പിക്കുന്ന, ഇനിയും കടന്നു പോകാൻ അല്ലെങ്കിൽ പലവട്ടം പോകണം എന്ന് കൊതിയുണ്ടാക്കുന്ന ഒരു സംസ്ഥാനമാണ്. പിന്നെ നേരെ നമ്മൾ സിലിഗുരി വഴി അടുത്ത് ബീഹാറിലേക്കാണ്. ബീഹാർ UP ഒക്കെ ഭയങ്കര അപകടം എന്ന് ആണ് വീണ്ടും നമുക്ക് അനുഭവം. ഞാൻ ബീഹാർ, ഛത്തീസ്ഗഡ് ഒക്കെ ഞാൻ വളരെ പ്രതീക്ഷിച്ചിട്ടില്ല അത്ര പ്രശ്നമുണ്ടെന്ന്. UP മാത്രമാണ് ഞാൻ ആദ്യം കേട്ടിട്ടിരുന്നത്. അപ്പോൾ എനിക്ക് ഉണ്ടായ അനുഭവം എന്ന് പറയുമ്പോൾ ഞാൻ നിരന്തരം ആൾക്കാർ സേഫാണോ എന്നൊക്കെ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇവിടെ ഒരു പ്രശ്നമില്ല, രാത്രി വണ്ടി ഓടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഞാൻ 12 മണി വരെയും എൻ്റെ മാനസിക സമ്മർദ്ദം കാരണം, അതായത് ടാർഗറ്റ് എത്തിക്കാനുള്ള സമ്മർദ്ദം കാരണം ഞാൻ ഓടിച്ചിരുന്നു എല്ലാ ദിവസവും. അങ്ങനെ ഓടിക്കുമ്പോൾ ഒരു ദിവസം ഹൈവേയുടെ സൈഡിൽ എനിക്ക് വന്ന് വാട്സപ്പ് മെസ്സേജ് നോക്കാൻ വേണ്ടി വണ്ടി ഒതുക്കി നിർത്തി. വാട്സപ്പ് മെസ്സേജ് നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ എതിരെ ഒരു പോലീസുമാൻ വന്ന് അപ്പർ സൈഡിൽ നിർത്തി. അപ്പോൾ ഞാൻ വിചാരിച്ചു വെറുതെ നിർത്തിയേക്കുന്നത്. അവർ ടേണാക്കി എൻ്റെ അടുത്ത് വന്നിട്ട് എന്താണെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞാൻ ഇന്ന ആളാണ് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞത് ഇത് കേരളമല്ല, ഇത് നിങ്ങളിവിടെ ശ്രദ്ധിക്കണം, ഇവിടെ ആക്രമിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട്. കുറച്ച് നേരത്തെ ഒരു ഇൻസിഡൻറ്റ്, ഇങ്ങനെ ലോറി അറ്റാക്ക് ചെയ്ത് അവർ ക്യാഷ് കൊണ്ടുപോയിട്ടുണ്ട്, അതുകൊണ്ട് ശ്രദ്ധിക്കണം, ആളുള്ളിടത്തോട്ട് മാറി നിന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ പെട്രോൾ പമ്പിൽ വല്ല ഒതുക്കിയിടുക എന്ന് പറഞ്ഞ് അഡ്വൈസ് ചെയ്തിട്ട് പോയി. ഞാൻ ഉടൻ തന്നെ വണ്ടി എടുത്ത് അവിടെ നിന്ന് പോയി. ദുരനുഭവങ്ങളായിട്ട് എനിക്ക് ഇങ്ങനെ ഒരു അറിയിപ്പാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നെ ഉള്ളത് ഛത്തീസ്ഗഡിൻ്റെ ഭാഗത്തു നിന്നാണ്. അവിടെ ഞാൻ സേഫാണെന്ന് പറഞ്ഞിട്ട് ഞാൻ ധൈര്യമായിട്ട് രാത്രി 12 മണിക്ക് ഒരു പമ്പിൽ ചെന്ന് ഒതുക്കിയിട്ട് ഞാൻ ചോദിച്ചു ഇവിടെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് വെറുതെ ജനറലായിട്ട് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇവിടെയാണ് പ്രശ്നങ്ങളുള്ളത്, ഇവിടെ മാവോയിസ്റ്റുകളുണ്ട്, പിടിച്ചോണ്ട് പോയി കളയും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെയും ആ പ്രശ്നമുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ അദ്ദേഹം ഇങ്ങോട്ട് പറഞ്ഞ് നിങ്ങൾ ഇന്ന് രാത്രി ട്രാവൽ ചെയ്യരുത്, ഇവിടെ ഒതുങ്ങിക്കോ, രാവിലെ അഴിച്ചു പോവാം എന്ന് പറഞ്ഞിട്ട് അവിടെ ഞാൻ സേഫായിട്ട് അന്ന് രാത്രി കഴിച്ചു കൂട്ടി. ഇങ്ങനെ നോർത്തിൽ ആ രീതിയിലുള്ള കുറച്ച് പ്രയാസങ്ങളുണ്ടെന്ന് പറഞ്ഞെങ്കിലും ദൈവ കാരുണ്യത്താൽ എനിക്കത് നേരിട്ട് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. നമ്മളിപ്പോൾ ബീഹാറിലെത്തി നിൽക്കുകയാണ്. 80 ദിവസത്തിൽ കൂടുതലായി നമ്മൾ ഡ്രൈവ് ആരംഭിച്ചിട്ട്. ഇനി ഗിന്നസ് വേൾഡ് റെക്കോർഡ് പൂർത്തീകരിക്കുന്നതിന് ഒരു 15 ദിവസത്തിനകത്ത് ഇത് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അത് അപ്പോൾ ട്രിവാൻഡ്രത്ത് എത്തുകയും വേണം. അപ്പോൾ നമ്മൾ ഈ യാത്ര കുറച്ച് വേഗതയിലാക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ബീഹാർ, വെസ്റ്റ് ബംഗാൾ, ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് സംസ്ഥാനങ്ങൾ കവർ ചെയ്ത് എത്രയും വേഗം തിരുവനന്തപുരത്ത് ഞാൻ പുറപ്പെട്ട ആ സ്ഥലത്ത് തന്നെ യാത്ര പൂർത്തീകരിക്കണം എന്നാണ് നമ്മുടെ പ്ലാൻ. അങ്ങനെ 99 ദിവസത്തെ ഡ്രൈവിങ് ഞാൻ പൂർത്തീകരിക്കുമ്പോൾ 69,207 കിലോമീറ്റർ ഞാൻ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് ഗിന്നസ് വേൾഡ് റെക്കോർഡ് ഞാൻ സ്വന്തമാക്കിയിരിക്കുകയാണ്. ഞാൻ ബ്രേക്ക് ചെയ്തത് അമേരിക്കയിൽ 2 പേർ ചേർന്ന് 121 ദിവസം കൊണ്ട് ഓടിത്തീർത്ത 58,185 കിലോമീറ്ററാണ്. അടുത്ത എൻ്റെ ലക്ഷ്യം 135 രാജ്യങ്ങൾ 600 ദിവസം കൊണ്ട് 2.5 ലക്ഷത്തോളം കിലോമീറ്ററുകൾ ഓടി റെക്കോർഡ് സ്ഥാപിക്കുക എന്നുള്ളതാണ്. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. എന്നെ ഇതുവരെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.